നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയർ. യാത്രികനും അന്വേഷകനുമായി അലഞ്ഞുതിരിഞ്ഞു നടന്ന കാലത്ത് ഗ്രീസിലെ ഒരു ഗ്രാമത്തിലെത്തിയ പൗലോ കൊയ്ലോയ്ക്ക് നന്നായി വിശന്നു. കൈവശം പണമില്ല. ഭക്ഷണം ചോദിക്കുവാൻ അഭിമാനം സമ്മതിക്കുന്നുമില്ല. ഒടുവിൽ ഒരു ഹോട്ടലിൽ കയറി കുറച്ചു വെള്ളം ചോദിച്ചു. കടയുടമ പക്ഷേ ഒരു പ്ലേറ്റ് നിറയെ ഭക്ഷണവുമായാണ് വന്നത്. അത് കഴിക്കാൻ പൗലോ വിസമ്മതിച്ചു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കയ്യിൽ പണമില്ല. അപ്പോൾ കടക്കാരൻ പറഞ്ഞു, ഞാൻ വിലയ്ക്കല്ല ഭക്ഷണം നൽകിയത്, വിശപ്പിനാണ്. പൗലോ കരഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ ആലിംഗനം ചെയ്തു. കാലം കടന്നുപോയി. പൗലോ ലോകമറിയുന്ന എഴുത്തുകാരനായി. പഴയ ചായക്കടക്കാരനെ കാണാൻ അദ്ദേഹം വീണ്ടും ആ ഗ്രാമത്തിലെത്തി. പക്ഷേ അവിടെ ആ ഗ്രാമം തന്നെ ഉണ്ടായിരുന്നില്ല. അവസാനം ഒരുപാട് ദിവസത്തെ അന്വേഷണത്തിനൊടുവിൽ പൗലോ അയാളെ കണ്ടുപിടിച്ചു. പഴയ സംഭവം ഓർമ്മിപ്പിച്ചു. ഇപ്പോൾ തനിക്ക് ധാരാളം പണമുണ്ടെന്നും എങ്ങനെയാണ് ഞാൻ അങ്ങയെ സഹായിക്കേണ്ടതെന്നും പൗലോ ചോദിച്ചു. അയാൾ പറഞ്ഞു, ഞാൻ അങ്ങയെ അല്ല, അങ്ങയുടെ വിശപ്പിനെയാണ് സഹായിച്ചത്. അങ്ങ് അന്ന് അനുഭവിച്ച വിശപ്പ് ഇപ്പോൾ എനിക്കില്ല. അതുകൊണ്ട് തന്നെ അന്ന് സഹായിച്ചതുപോലെ ഇപ്പോൾ അങ്ങേക്കെന്നെ സഹായിക്കാൻ സാധിക്കില്ല. എന്നോട് ക്ഷമിക്കുക. ഇത് കേട്ട് പൗലോ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് തിരികെ മടങ്ങി. സഹായം എന്നത് ഒരു വ്യക്തിക്കല്ല, ആ വ്യക്തിയുടെ അവസ്ഥയ്ക്കാണ് നാം നൽകുന്നത്. അതുകൊണ്ട് തന്നെ സഹായം നൽകിയ വ്യക്തിയെ അതേ അവസ്ഥയിൽ നമുക്ക് തിരിച്ചു സഹായിക്കാൻ ആവുകയുമില്ല. ഒരാൾ സഹായം ചോദിച്ചിട്ടല്ല സഹായിക്കേണ്ടത്, ആവശ്യമുള്ളവൻ്റെ അവസ്ഥയറിഞ്ഞാണ് സഹായിക്കേണ്ടത്. എല്ലാ കടങ്ങളും തീർക്കാൻ ഒരേയൊരു വഴിയേയുള്ളൂ. അത് നന്ദിയുടെ വഴിയാണ്, കൃതജ്ഞതയുടെ വഴിയാണ്. ആ വഴിയെ നമുക്കും സഞ്ചരിക്കാം. ശുഭദിനം.